സൃഷ്ടികളെ പേടിക്കുക, സൃഷ്ടികളെ പ്രതീക്ഷിക്കുക, സൃഷ്ടികളിലേക്ക് അഭയം തേടുക, സൃഷ്ടികളെല്ലാം സമർപ്പിക്കുക എന്നതിൽ നിന്ന് ഒരു മനുഷ്യനെ മോചിപ്പിക്കുന്നത് തൗഹീദാണ്. സൃഷ്ടികളിൽ നിന്ന് അവനെ മോചിപ്പിച്ച് സട്ടാവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നു എന്നത് തൗഹീദ് കൊണ്ട് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. വഹാദാഹുവൽ ഇസ്സുൽ ഹഖീഖിയ്യു, ഇതാണ് ശരിയായ ഇസ്സത്ത്. ഒരു സൃഷ്ടിക്കും കീഴ്പ്പെടാതിരിക്കുക, ഒരു സൃഷ്ടിയെയും ഭയപ്പെടാതിരിക്കുക, ഒരു സൃഷ്ടിയുടെ മുമ്പിലും എല്ലാം സമർപ്പിക്കാതിരിക്കുക, അതാണ് ശരിയായ സ്വാതന്ത്ര്യം, ശരിയായ ഇസ്സത്ത്, പ്രതാപം. അതാണ്. ആ പ്രതാപം ലഭിക്കണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം എന്നർത്ഥം. അതിനാൽ ദാഇമാർക്ക് നിർബന്ധമായ കാര്യമാണ് തൗഹീദിന്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ശൈഖ് പറയും, ഇന്ന് പല ആളുകളും ചോദിക്കും, മുസ്ലിമീങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, മുസ്ലിമീങ്ങൾ 4 ഭാഗത്തും വേട്ടയാടപ്പെടുന്നു, അവർ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും നിങ്ങളിങ്ങനെ തൗഹീദും പറഞ്ഞ് നടക്കുകയാണോ വേണ്ടത്? ഈ വക പ്രയാസങ്ങളെല്ലാം മുസ്ലിമീങ്ങൾ അനുഭവിക്കുമ്പോഴും ഇതൊക്കെ പറഞ്ഞ് നടക്കുകയാണോ എന്ന് പല ആളും ഇപ്പോൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ചോദ്യങ്ങളുമായി വരുന്ന ആളുകൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വാക്ക് മറക്കുകയോ സ്വയം മറക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരാണ് എന്നാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി വജുനുബനി വബനിയ്യ അൻ നഅ്ബുദൽ അസ്നാം, റബ്ബേ ഞാനും എൻ്റെ മക്കളും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങൾ അകറ്റണമേ റബ്ബേ, കാവൽ നൽകണേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഓർമ്മയുള്ള ഒരാൾ പിന്നെ അത് ചോദിക്കുകയില്ല എന്നാണ്.